അപര്യാപ്തയും മറ്റ് സൗകര്യങ്ങളും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്കായി. കാര്യം പലയിടത്തും ജനങ്ങൾ ചോദിച്ചു തുടങ്ങി, ഞങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ റോഡ് വക്കിൽ കൊണ്ടുവച്ച് ഞങ്ങൾക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ തുകകൾ തരുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങോട്ട് വരുന്ന സമയത്തും നമ്മുടെ ആ ഡിവിഷനുകളിൽ ഉൾപ്പെടെ ഞാൻ എന്നിട്ട് എൻ്റെ ഡിവിഷനിൽ ഞാൻ ഇരിക്കാൻ സമയത്ത് എങ്കിൽ തന്നെ ലോഡുകൾ എടുത്തിട്ടും തീരുന്നില്ല. കാരണം അത്രത്തോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നമ്മുടെ ഈ ഡിവിഷനുകളിൽ മുഴുവൻ കൂട്ടിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം, കക്കൂസ് മാലിന്യ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുരിപ്പടിയിൽ നിർമ്മാണ പ്രവൃത്തികൾ, കെട്ടിട നിർമ്മാണവും അതിന് വേണ്ടിയിട്ടുള്ള സഫിഷ്യൻ സാമഗ്രികളും എല്ലാം കൃത്യമായിട്ട് അവിടെ കാര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അത് കൃത്യമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും നാളെ ഇതുവരെയായിട്ട് ആ മാലിന്യ പ്ലാന്റ് തുറന്നു കൊടുക്കുന്നതിന് അല്ലെന്നുണ്ടെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചാണ്, അമൃത് പദ്ധതി പോലെയുള്ള വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ ഈ മാലിന്യ പ്ലാന്റ് ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുകയും അത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നതിനോ മറ്റുള്ള സംവിധാനങ്ങൾ ഒരുക്കാത്തത് തന്നെ ജനങ്ങളോടുള്ള ഒരു വഞ്ചന തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഞാങ്കട കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൗൺസിൽ അധികാരം ഏൽക്കുന്ന 2020 പറഞ്ഞതാണ് 21 കമ്മീഷൻ ചെയ്യും, 21 പറഞ്ഞു 22 കമ്മീഷൻ ചെയ്യും, 23 കമ്മീഷൻ ചെയ്യും. നമ്മൾ ഈ ഭരണസമിതിയുടെ കാലാവധി ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. ഈ ഒരു സമയമായിട്ട് പോലും ഞാങ്കട കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കുവാൻ ഈ ഭരണസമിതിക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ നട്ടെല്ലെന്ന് നമ്മൾ പറയുന്ന അഷ്ടമുടിക്കായലിനെ കുറിച്ചാണ്. നമുക്കറിയാം, അഷ്ടമുടിക്കായലിനെ സംബന്ധിച്ച് നിരവധി തവണ കോർപ്പറേഷൻ മുഖാന്തരവും മറ്റു പദ്ധതികൾ മുഖാന്തരവും ഒക്കെ ധാരാളം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് യഥാർത്ഥത്തിൽ കായലിൽ ഒഴുക്കിക്കളഞ്ഞതെന്ന് നമുക്ക് പറയാം. ഈ അവസാനമായിട്ട് ഏതാണ്ട് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 8 കോടി രൂപ അർബൻ അഗ്ലോമറേഷൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 8 കോടി രൂപയോളമാണ് നമുക്കിവിടെ ചെലവഴിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് സഞ്ചരിച്ച് നോക്കണം. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് 30 കടത്ത് കടവുകൾ നമുക്ക് നവീകരിച്ചെന്ന് അവർ പറയുന്നു.